ഇന്നലെ നാം സൂറത്തുൽ ഇഖ്ലാസിനെ സംബന്ധിച്ച് പറഞ്ഞു. ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലായിരുന്നു. തബൂക്ക് യുദ്ധവേളയിൽ അവിടുന്ന് അന്നത്തെ സുബഹിന്റെ സൂര്യൻ ഉദിക്കുമ്പോൾ വല്ലാത്ത പ്രകാശവും കിരണങ്ങളോടുകൂടി സൂര്യൻ ഉദിക്കുകയാണ്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നപ്പോൾ അവിടുന്ന് നബി തങ്ങൾ ചോദിക്കുന്നു, യാ ജിബ്രീൽ മാലി അർശംസ അൽയൗമ ത്വലഅത് ബിബയാദ വനൂരി വശുആഇ. ഇന്നത്തെ സൂര്യൻ അതി പ്രകാശത്തോടുകൂടി കിരണങ്ങളോടുകൂടി എന്താണ് ഉദിക്കാനുള്ള കാരണം? ലം അറഹാ ത്വലഅത് ഫീമാ മവാ. ഇതിന് മുമ്പൊക്കെ ഉദിച്ചപ്പോൾ ഇത്രമാത്രം പ്രകാശവും കിരണങ്ങളും ഞാൻ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ദാലിക അന്ന മുആവിയത ബിൻ അബീ മുആവിയത അൽ-ലൈസി മാത ബിൽ മദീനത്തിൽ യൗം ഫബഅസ അല്ലാഹു ഇലൈഹി 70000 മലക്കിൻ യുസല്ലൂന അലൈഹി. ഇന്നത്തെ ദിവസം മുആവിയ റളിയല്ലാഹു അൻഹു മദീനയിൽ വഫാത്തായിരിക്കുന്നു. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസക്ക് വേണ്ടി 70000 മലായികത്ത് ആകാശത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത്രമാത്രം പ്രകാശം ഉണ്ടാകാനുള്ള കാരണമെന്ന് പറഞ്ഞു. നബി തങ്ങൾ ചോദിക്കുന്നു, അത് എന്തുകൊണ്ടാണ് ഇത്രമാത്രം മഹത്വം ലഭിച്ചത് മുആവിയ റളിയല്ലാഹു അൻഹുവിന്? അവിടുന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ബികദ്റത്തി ഖിറാഅത്തി ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് അധികരിപ്പിച്ച കാരണം കൊണ്ടാണ്. ബില്ലൈലി വന്നഹാരി വഫീ മംശാഹു വഫീ ഖിയാമിഹി വഖുഊദിഹി. അദ്ദേഹം രാത്രിയിലും പകലിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുമായിരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല 70000 മലക്കുകളെ അയച്ചതാണ് അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന് വേണ്ടി. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് ചോദിക്കുന്നു, തങ്ങൾക്കും പങ്കെടുക്കണ്ടേ? ഞാൻ ഭൂമിയെ ഒന്ന് ചുരുട്ടി തരട്ടെയോ? ഭൂമിയെ ചുരുട്ടിക്കൊണ്ട് തങ്ങൾക്ക് അവിടെ എത്തിക്കട്ടെയോ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിക്കുകയും തങ്ങൾ സമ്മതിക്കുകയും അങ്ങനെ തങ്ങൾ അവിടെ പോയി മദീനയിൽ മയ്യത്ത് നിസ്കരിക്കുകയും മടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയവർക്കുള്ള മഹത്വമാണിത് പറയുന്നത്. ഇനി നോക്കൂ, ഖുൽ ഹുവല്ലാഹു അഹദും അതിന്റെ ശേഷം വരുന്ന 2 സൂറത്താണ് മുഅവ്വിദത്തൈൻ എന്നറിയപ്പെടുന്നത്. കാവൽ തേടപ്പെടുന്ന 2 സൂറത്തുകൾ ഫലഖ്, നാസ്. ഇത് രണ്ടും നമുക്ക് കാവലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഹ്ർ പോലും ബാത്തിലായത് ഈ 2 സൂറത്തുകളെ കൊണ്ടാണ്. 11 ആയത്തുകളുണ്ട് 2 സൂറത്തിലായി. നബി തങ്ങൾക്ക് സിഹ്ർ ചെയ്യുമ്പോൾ 11 കെട്ടുകൾ ഇട്ടിട്ടാണ് സിഹ്ർ ചെയ്തത്. പക്ഷേ ഓരോ ആയത്ത് ഓതുമ്പോൾ ഓരോ കെട്ടുകൾ അഴിഞ്ഞു പോയ സംഭവമാണ്. അങ്ങനെ കാവലിന് വേണ്ടി സിഹ്ർ, ശൈത്താന്, ജിന്നുകൾക്കുള്ള ബുദ്ധിമുട്ടിൽ നിന്ന്, വസ്വാസിൽ നിന്ന് കാവലാകാൻ, ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് കാവലാകാൻ, അതുപോലെ എല്ലാ വസ്വാസുകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, സിഹിർ, കണ്ണേറുകളിൽ നിന്നും കാവൽ കിട്ടാനുള്ള കാരണമാണ് ഈ 2 സൂറത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു പല മന്ത്രങ്ങളും. അവിടുന്ന് ഈ 2 സൂറത്ത് ഇറങ്ങിയപ്പോൾ തങ്ങൾ ജിന്നുകളുടെ ബുദ്ധിമുട്ടുകളിൽ, ജനങ്ങൾക്കുള്ള കണ്ണേറുകളിൽ നിന്നും മന്ത്രിക്കുന്നവരായിരുന്നു. ഹത്താ നസറത്ത് മുഹവ്വിദത്താനി ഫലമ്മാ നസറത്ത് അഖദ ബിഹിമാ വതറക മാ സിവാഹുമാ.
ഈ രണ്ട് സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി തങ്ങൾ ബാക്കി മന്ത്രങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഇത് രണ്ടിനെ മാത്രം പിടിച്ചു. ഈ രണ്ട് കൊണ്ട് കണ്ണേറിന് വേണ്ടിയും ശൈത്താന്റെ ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയും തങ്ങൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. അത് മാത്രവുമല്ല, ഈ മൂന്ന് സൂറത്തും രാവിലെയും വൈകിട്ടും 3 പ്രാവശ്യം നാം ഓതണം. എല്ലാത്തിനും തൊട്ടും നിനക്കത് മതിയാകുമെന്നാണ് ഇത് തങ്ങൾ പറഞ്ഞത്. എല്ലാത്തിനും ഈ 3 പ്രാവശ്യം, 3 പ്രാവശ്യം, 3 പ്രാവശ്യം രാവിലെയും വൈകുന്നേരം ഓതണം. അതാണ് മഹാനായ ഹദ്ദാദ് ഇമാം തങ്ങൾ അവിടുത്തെ വിർദുൽ ലത്തീഫ് വിർദുൽ ലത്തീഫ് രാവിലെയും വൈകുന്നേരം ചെല്ലാനുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റുകൾക്കുള്ള സമാഹാരമാണത്. ഹദ്ദാദ് റാത്തി പോലത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് ചൊല്ലാൻ സാധിക്കുന്ന കുറച്ച് ദിക്റുകളാണ് വിർദുൽ ലത്തീഫ്. അതിന്റെ തുടക്കത്തിൽ തന്നെ ഉള്ളത് എന്താണ്? 3 ഖുൽ ഹുവല്ലാഹ്, 3 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അതുകൊണ്ട് ഇത് രാവിലെയും വൈകുന്നേരം നാം പതിവാക്കണം. നോക്കൂ, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഇസ്തകാ യഖറഉ അലാ നഫ്സിഹി ബിൽ മുഅവ്വിദതൈൻ വയംഫുദു. നബി തങ്ങൾക്ക് എന്തെങ്കിലും വേദന അനുഭവിച്ചാൽ ഈ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി തങ്ങൾ ഊതുമായിരുന്നു സ്വന്തം ശരീരത്തിലേക്ക്. ഫലമസ്തദ വജഉഹു കുന്തു അഖറഉ അലൈഹി വഅംസഹു അൻഹു ബിയദിഹി റജാഅ ബറകതിഹാ. അങ്ങനെ തങ്ങൾക്ക് വേദന ശക്തമായപ്പോൾ, വഫാത്തിന്റെ സന്ദർഭത്തിൽ പോലും അവിടുന്ന് തങ്ങൾക്ക് വേണ്ടി ഞാൻ ഓതി കൊടുത്തു. ആയിഷ പറയുന്നു, ഞാൻ തങ്ങൾക്ക് ഓതി തങ്ങളുടെ കയ്യിലേക്ക് ഞാൻ ഊതി. അങ്ങനെ തങ്ങളുടെ കൈ കൊണ്ട് ശരീരത്തിലേക്ക് തടവി. കാരണം തങ്ങളുടെ കൈയുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി. മാത്രവുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഉറങ്ങാൻ കിടന്നാൽ أن من قرأ الفاتحة عند وضع جنبه على الفراش وقرأ معها قل هو الله أحد 3 مرات والمعوذتين فقد آمن من كل شيء إلا الموت. നാം എല്ലാ രാത്രിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ഫാത്തിഹയും 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ ഫലഖും നാസും ഓതി നമ്മുടെ കയ്യിലേക്ക് ഊതണം. എന്നിട്ട് തല മുതൽ മുഖം തുടങ്ങി ശരീരം മൊത്തം എന്താക്കണം? തടവി കൊടുക്കണം. എന്നാൽ നബി തങ്ങൾ പറയുന്നു, അവനിക്ക് മരണമല്ലാത്ത ഒരു ബുദ്ധിമുട്ടും ആ രാത്രിയിൽ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും ചെയ്യേണ്ടതാണ്, ഈ 4 സൂറത്തുകൾ ഓതി എന്താക്കണം? ശരീരം മൊത്തം തടവണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്ത് കാണിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും കാവലാണ് ഈ സൂറത്തുകൾ. ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. നിങ്ങൾക്ക് വെള്ളിയാഴ്ചകളിൽ ചില പള്ളികളിൽ കാണാം 7 പ്രാവശ്യം ഈ ഫലഖും നാസും ഖുൽ ഹുവല്ലാഹു ഓതാറുണ്ട്. അത് ഹദീസിലുള്ളതാണ്. മൻ ഖറഅ യൗമൽ ജുമുഅത്തി ഇദ്റ സ്വലാത്തിൽ ജുമുഅത്തി ഖുൽ ഹുവല്ലാഹു അഹദ് 7 مرات وقل أعوذ برب الفلق 7 مرات وقل أعوذ برب الناس 7 مرات حفظه الله من الجمعة إلى الجمعة. ഇമാം ഇഹ്യാഉൽ പറഞ്ഞ വിഷയമാണ്. ഒരാൾ 7 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 7 പ്രാവശ്യം ജുമുഅ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഓതിയാൽ അടുത്ത ജുമുഅ വരെ അല്ലാഹു തആല അവനിക്ക് സംരക്ഷണം നൽകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് എന്താക്കാം? അത് പതിവാക്കാം. അതുപോലെ മഹാനായ ഉഖബത്ത് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ ഉഖബത്തു ഖുൽ, ഓ ഉഖബ ഖുൽ, നീ പറയുക. അപ്പോൾ മാദാ അഖൂലു യാ റസൂലല്ലാഹ്, ഞാൻ എന്താണ് പറയേണ്ടത്? അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് നബി തങ്ങൾ പറഞ്ഞു, യാ ഉഖബത്തു ഖുൽ, ഖുൽതു മാദാ അഖൂലു യാ റസൂലല്ലാഹ്, എന്താണ് പറയേണ്ടത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്. അങ്ങനെ ഞാനും എന്താക്കി? ഓതിക്കൊടുത്തു. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പൂർണ്ണമായി ഓതി. പിന്നെയും നബി തങ്ങൾ പറഞ്ഞു, ഖുൽ, പറയുക, എന്താണ് ഓതേണ്ടത്? അപ്പോൾ നബി തങ്ങൾ വീണ്ടും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതി തന്നു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മാ സഅല സാഇറുൻ ബിമിസ്ലിഹിമാ വലസ്തആദ മുസ്തഈദുൻ ബിമിസ്ലിഹിമാ. ഈ ചോദിക്കുന്ന ആള് ചോദിച്ചിട്ടില്ല, കാവൽ തേടുന്ന കാവൽ തേടിയിട്ടില്ല, ഇതിനേക്കാൾ ഉത്തമമായത് ഇതുപോലത്തെ കാവൽ മന്ത്രം വേറെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് നമുക്കും എന്താക്കാം? നമുക്ക് പെട്ടെന്നായി രാത്രി കുട്ടികൾ എന്താക്കും? കരച്ചിൽ തുടങ്ങും.
അതുപോലെ പല ബുദ്ധിമുട്ടും അനുഭവിക്കും. ആ സന്ദർഭത്തിൽ നമുക്ക് എന്താക്കാം, ഈ 2 സൂറത്തുകൾ ഓതി കുട്ടികൾക്കും എന്താക്കാം, മന്ത്രിക്കാം. പെട്ടെന്ന് അത് നമുക്കതിന്റെ ഫലം അനുഭവിക്കാൻ സാധിക്കും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആനിലെ ബറക്കത്ത് എടുത്ത് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ അല്ലാഹു പരിശുദ്ധമായ